മലയാളത്തിലെ ദേശീയ ചാനൽ ന്യൂസ് 18 കേരളം നമ്മുടെ നാടിനായി നമ്മുടെ നാളേക്കായി തുടരുന്ന മഹത്തായ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ്. നാടിൻ്റെ ലഹരിമുക്തമാക്കാനുള്ള സന്ദേശവുമായി കഴിഞ്ഞ അധ്യയന വർഷം തുടക്കമിട്ട AD 2026 ആൻഡ് ആൻറ്റി ഡ്രഗ് ഇനിഷ്യേറ്റീവിൻ്റെ രണ്ടാം വർഷത്തെ രണ്ടാമത് എഡിഷനാണിത്. കേരളത്തിലെ വിദ്യാഭ്യാസ നവോത്ഥാന രംഗത്ത് മറ്റൊരവകാശിയില്ലാത്ത മഹത്വത്തിനുടമയായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ പാദമുദ്ര പതിഞ്ഞ ഈ ക്യാമ്പസിലേക്ക് ഈ ദൗത്യവുമായി ഞങ്ങളെത്തുമ്പോൾ സാഭിമാനം ഞങ്ങൾക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. ഈ ദൗത്യത്തിന് ഞങ്ങൾ തുടക്കമിട്ടതും ഇത് കേരളം മുഴുവൻ പടർന്ന് പന്തലിച്ചതും ചാവറയച്ചൻ സ്ഥാപിച്ച CMI സന്യാസ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നു. ആദ്യം എറണാകുളം രാജഗിരി കോളേജിൽ, പിന്നീട് കോഴിക്കോട് ദേവഗിരി കോളേജിലും ചാവറയച്ചൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന മാന്നാനത്തെ KE കോളേജിലും, ഇപ്പോൾ CMI സഭയുടെ ചരിത്രമുറങ്ങുന്ന കലാലയമായ എൽത്തുരുത്ത സെന്റ് അലോഷ്യസിലും. നാടിനെ കവരുന്ന സാമൂഹിക വിപത്തിനെതിരെ കൈകോർക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സദസ്സിലേക്ക് സ്നേഹാദരം സ്വാഗതം ചെയ്യുന്നു. MyG presents ന്യൂസ് 18 കേരളം AD 2026 second edition co-presented by Achayan Gold, co-powered by Reliance Industries, special partner KCL FinCorp, associate partners Rajakumari Gold and Diamonds, Global Education Consultant and Dharmapriya Finance. ഇവിടെ തുടങ്ങുകയാണ്. ആദ്യം നമുക്ക് തൃശ്ശൂർക്കാർക്ക് പ്രസീതയെ അറിയാമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. തൃശ്ശൂരിൻ്റെ താളമറിഞ്ഞ് കേരളത്തിൻ്റെ പ്രിയങ്കരിയായവളാണ് പ്രസീത ചാലക്കുടി. ഇവിടെയുണ്ട് നാടിൻ്റെ തുടുപ്പെറിഞ്ഞ ആ കലാകാരി. വേദിയിൽ കയറിയാൽ ആള് വേറെ ലെവലാണ് അല്ലേ? അപ്പോൾ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം പ്രസീതയെ. പ്രസീതയുടെ വാക്കും പാട്ടും കേട്ട് തന്നെ നമുക്ക് തുടങ്ങാം. MyG presents ന്യൂസ് 18 കേരളം AD 2026 second edition co-presented by Achayan Gold, co-powered by Reliance Industries, special partner ICL FinCorp, associate partners Rajakumari Gold and Diamonds, Global Educational Consultant and Dharmapriya Finance. നമുക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം പ്രസീത ചാലക്കുടിയെ. പ്രസീത ചേച്ചി സ്വാഗതം. താങ്ക് യു സോ മച്ച്. എന്തായാലും ചേച്ചി, നമ്മൾ ന്യൂസ് 18 കേരളം സംഘടിപ്പിക്കുന്ന ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കുട്ടികൾക്കിടയിൽ വലിയ വിപത്തായി മാറിയിരിക്കുകയാണ് ഈ ഡ്രഗ്. അതിനെതിരെ നമ്മുടെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇത്രയും വലിയ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഹൃദയത്തിൽ തൊട്ട നന്ദി നിങ്ങൾക്ക് ഏവർക്കും ന്യൂസ് 18 കേരളത്തിനും അറിയിക്കട്ടെ. എനിക്കും വളർന്നു വരുന്നുണ്ട് 14 വയസ്സായ ഒരു മകൻ. ഓരോ ദിവസവും ഇതുപോലെ തന്നെ ഒരു അമ്മയ്ക്കുണ്ടാകാവുന്ന, ഒരു കുടുംബത്തിനുണ്ടാകാവുന്ന ആധി മനസ്സിലേറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഇത്തരം ക്യാമ്പയിനുകളാണ് ഞങ്ങളെപ്പോലെയുള്ള, നിങ്ങളെപ്പോലെയുള്ള മക്കളുടെ വളർച്ചയ്ക്ക്, ഞങ്ങളെപ്പോലെയുള്ള അച്ഛനമ്മമാരുടെ മനസ്സമാധാനത്തിന് വേണ്ടത്. അതിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂസ് 18 കേരളത്തിനും ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിക്കട്ടെ. സമാധാനം തന്നതിന് ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നമുക്കിനി അടുത്ത അതിഥിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതും നമ്മുടെ തൃശ്ശൂർക്കാർക്ക് അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് ആരൊക്കെ കാണാറുണ്ട്? ബിഗ് ബോസ്, യെസ് ആണ്. ടീച്ചേഴ്സ് ആണ് എല്ലാത്തിലും എനർജറ്റിക് ആയിട്ട് കൈ പൊക്കുന്നതും എല്ലാ ആൻസർ പറയും. നമ്മുടെ കുട്ടികളെ നിങ്ങളൊന്നും ബിഗ് ബോസ് കാണാറില്ല? കാണാറുണ്ട്. അപ്പൊ അതില് അനീഷിനെ എത്ര പേർക്കറിയാം? ഒരുവിധം എല്ലാവർക്കും അറിയാം അല്ലേ? അതെ, നമ്മുടെ തൃശ്ശൂർക്കാരുടെ അഭിമാനം വാനോളം ഉയർത്തിയ നമ്മുടെ അനീഷേട്ടനാണ് എത്തിയിരിക്കുന്ന അടുത്ത അതിഥിയായി. അനീഷേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനീഷേട്ടാ സ്വാഗതം. എങ്ങനെയുണ്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ കോളേജിലേക്ക് വന്ന് നമ്മുടെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇത് എൻ്റെ സ്വന്തം നാടാണ്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കൃത്യം ഒരു 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ കോളേജിലേക്ക്.
ഇപ്പം ഈ കോളേജിലേക്ക് വന്നപ്പോൾ ഈ കോളേജിൻ്റെ ഒക്കെ ഒരു എനർജി കാണുമ്പോൾ ഒരിക്കൽ കൂടെ ഒന്ന് കോളേജിൽ പഠിക്കണമെന്ന് തോന്നുകയാണ്. അത്രയ്ക്ക് വൈബ്രൻ്റ് ആയിട്ടുള്ള പിള്ളേരാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, സാധാരണ നമ്മൾ കോളേജിലേക്ക് പോകുമ്പോൾ ഇത്രമാത്രം എന്താ പറയുക ഡ്രസ്സ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല പിള്ളേർ വരുന്നത്. ഇതൊരു ഓണക്കാലമായതുകൊണ്ട് കണ്ണ് കാണുമ്പോൾ തന്നെ അടിപൊളി ലുക്കാണ്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച ആളുകളായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ അവരെക്കാൾ കൂടുതൽ കട്ടക്ക് നിൽക്കുന്നത് ടീച്ചേഴ്സാണ്. എന്നാലും നമ്മുടെ ന്യൂസ് 18 കേരളം മുന്നോട്ട് വയ്ക്കുന്ന, നമുക്കറിയാം നമ്മുടെ നാട് തന്നെ ഒന്നിച്ചു പോരാടുന്ന ഒരു കാര്യമാണ് ലഹരി എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ന്യൂസ് 18 കേരളവും ഇങ്ങനെ ഒരു ക്യാമ്പയിനുമായി എത്തുന്നതും. എന്താണ് നമ്മുടെ കുട്ടികളോടും നമ്മുടെ സമൂഹത്തോടും അനീഷേട്ടന് പറയാനുള്ളത്? നമ്മുടെ കേരള പോലീസ് ഇനീഷ്യേറ്റ് ചെയ്ത് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ, അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്ത് നടത്തുന്ന ഓപ്പറേഷൻ തണ്ടർ, ഈ 2 ക്യാമ്പയിനുകളും ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത് ജെൻസി പിള്ളേരാണ്. അവരുടെ സ്റ്റാറ്റസുകളും അതുപോലെ അവരുടെ ആ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട അവയർനെസ്സൊക്കെ അവർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയും അവരോട് കൂടെ ഈ കോളേജ് വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കുന്നു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല കോളേജുകളിലൊന്നായിട്ടുള്ള സെൻറ്റ് അലോഷ്യസ് കോളേജിൽ ഇങ്ങനൊരു പ്രോഗ്രാം ന്യൂസ് 18 നടത്തുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കയ്യടിയോടുകൂടി സ്നേഹത്തോടു കൂടി കളക്ടറെ സ്വാഗതം ചെയ്യാം. ഒപ്പം അനീഷേട്ടാ, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ ഇന്ന് പ്രധാനമായും ഇത് ആരിലാണ് ഇവർ ക്യാരിയറായി വഹിക്കുന്നത്? കാരണം എപ്പോഴും നമ്മൾ കാണുമ്പോൾ, നമ്മൾ ഡെയിലി വാർത്തകളിലൂടെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ചെറിയ കുട്ടികൾ, ഈ കോളേജിലുള്ള കുട്ടികൾ, സ്കൂൾ കുട്ടികളെ വരെ അവർ ഇത് ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരൊരു ക്യാരിയറായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിലേക്ക് അവർ വീഴുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം അവർക്ക് പണം ലഭിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, ഈ പ്രായത്തിൽ കുട്ടികൾ വീട്ടിൽ പൈസ ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും പറയുന്നത്, എന്തിനാണ് നിനക്കിപ്പോൾ കാശ്, ഇപ്പോൾ അത്രയും കാശ് വേണോ എന്ന് ചോദിച്ച് അവർ ആ ലിമിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള വഴിയിലേക്ക് പോകാനും കാരണം. ഈ പണം കണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഡംബര ജീവിതമാണ് ഇവരെ ആകർഷിക്കുന്നതും. ഒപ്പം ഇവർ എത്ര വലിയൊരു ചതിക്കുഴിയിലേക്കാണ് വീഴുന്നതെന്ന് അവർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യവും, അല്ലേ? ആക്ച്വലി ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ നമ്മുടെ യങ് ജനറേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു അസറ്റ് എന്ന് പറയുന്നത്. യങ് ജനറേഷനാണ്. അവരുടെ ശക്തി ഈ അടുത്ത് നമ്മൾ തീർച്ചയായിട്ടും കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു അവയർനെസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്താൽ, ഒരു ഡ്രഗിൻ്റെ പിന്നാലെ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ്സോ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ മുന്നോട്ട് വരും. ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിനാരിയോയിൽ ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്ത് ഓപ്പറേഷൻ തൂഫാനും അതുപോലെ തന്നെ ഓപ്പറേഷൻ തണ്ടറും നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ യങ് ജനറേഷന് അതിൻ്റെ ഒരു അവയർനെസ് കിട്ടുന്നു. അങ്ങനെ അവർ സമൂഹത്തിന് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന ആളുകളായിട്ട് മാറാനുള്ള സകലവിധ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. മുതിർന്ന തലമുറകളായിട്ടുള്ള നമ്മൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസും കൊടുത്താൽ മാത്രം മതി. അവരുടെ വഴി അവർ എപ്പോഴും നല്ലതാണ്. ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യങ് ജനറേഷനാണ്. അപ്പോൾ നല്ലതും ചീത്തയും ഒക്കെ വിവേചിച്ചറിയാനുള്ള കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ളതും യങ് ജനറേഷനാണ്. ഈ ഒരു ക്യാമ്പയിനുകളിലൂടെ
നമ്മുടെ കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ചിന്തിക്കുന്ന, മികച്ച രീതിയിൽ ഡ്രഗിനെതിരെ പോരാടുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനായിട്ട് തോന്നുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് തമിഴ്നാട് സർക്കാർ നമ്മുടെ കേരളത്തിൻ്റെ ഈ ആക്ടിവിറ്റികളൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഹാറ്റ്സ് ഓഫ് ടു കേരളം. അതെ, അതിനെല്ലാം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെയുണ്ട്. നമ്മളെ കുട്ടികളോട്, അതോടൊപ്പം തന്നെ നമ്മുടെ ലഹരി എന്ന വിപത്തിനെ നമ്മുടെ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. താങ്ക് യു അനീഷ് ചേട്ടാ. അതിനു മുന്നേ നമുക്കൊരു മൊമെൻറ്റോ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. സാധാരണ ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പദ്ധതി, എന്തെങ്കിലും ഒരു കാര്യങ്ങളായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലത്തെയുള്ള ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോകുമ്പോൾ പലപ്പോഴും പല ക്യാമ്പസ്, ഈ പ്രോഗ്രാമിനെ കുറിച്ചല്ല പറയുന്ന, കുട്ടികൾ വന്നിരിക്കും, അവർക്ക് ആ നടക്കുന്ന പ്രോഗ്രാമുകൾ എന്താണ്, അതിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇവിടെ ഇരിക്കുന്ന 100% കുട്ടികൾക്കും ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും. ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മാറ്റമാണ്. ഈ മാറ്റം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളത് ഉറപ്പാണ്. നന്ദി, ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ, ചേട്ടൻ്റെ വാക്കുകൾക്കും. എന്തായാലും ന്യൂസ് 18 ഒരു സ്നേഹോപകാരം നൽകുകയാണ്. താങ്ക് യു. എന്തായാലും എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ന്യൂസ് 18നോടുള്ള നന്ദി കൂടെ പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ അനീഷേട്ടൻ പറഞ്ഞ വാക്കുകളെല്ലാം ശ്രദ്ധിച്ചു. എല്ലാവരും ഒന്ന് എനർജി ഇല്ലേ എല്ലാവർക്കും? യെസ്, നമ്മുടെ വിശിഷ്ട അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഉടനെ തന്നെ ആരംഭിക്കും. അതിനു മുൻപായി നമ്മുടെ മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. ആ അതിഥിയെ കൂടി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഇതേപോലെ അനീഷ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ പോലെ മറ്റൊരു റിയാലിറ്റി ഷോയിലൂടെ വന്ന ഒരു വ്യക്തിയാണ് സന്നിധാനന്ദൻ. എല്ലാവർക്കും അറിയാലോ അല്ലേ, നമ്മുടെ സ്വന്തം സന്നിധാനന്ദൻ ചേട്ടനെ അറിയില്ലേ? അതെ, ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ എത്തി നമ്മുടെ സ്വന്തം സന്നിധാനന്ദൻ ചേട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ചേട്ടനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ, ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ ചേട്ടൻ്റെ വലിയൊരു ഫാനായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. വളരെ സന്തോഷം. ചേട്ടൻ്റെ പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ കണ്ടതിലും വളരെയേറെ സന്തോഷം. ഒപ്പം ന്യൂസ് 18 കേരളം സംഘടിപ്പിക്കുന്ന ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ ചേട്ടൻ്റെ നാട് തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നു. ആ ഒരു സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കുന്നു? പ്രത്യേകിച്ചും നമ്മുടെ കേരളം എല്ലാത്തിനും മാതൃകയാണ്. ഈ ലഹരി വിരുദ്ധ നിലപാട് നമ്മുടെ ലോകമെമ്പാടും ഇനി കൂടുതൽ ശ്രദ്ധിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ചും ദേശീയ ചാനലായ ന്യൂസ് 18 ഈ ഒരു പ്രോഗ്രാം, പ്രത്യേകിച്ചും സെൻറ്റ് അലോഷ്യസ് കോളേജിൽ യുവാക്കളും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള ഈ ഒരു കോളേജ്, ഈ ഒരു ക്യാമ്പസ് തന്നെ തിരഞ്ഞെടുത്ത് പ്രമുഖരും പ്രഗത്ഭരുമായ വ്യക്തികളോടൊപ്പം ഈ ആശയത്തെ, ലഹരി വിരുദ്ധമെന്ന ഈ ആശയത്തെ ജനങ്ങളിലേക്ക് കൂടുതൽ ആയിട്ട് എത്തിക്കുന്നതിന് ഉള്ള ഈ ഒരു പരിപാടി കൂടുതൽ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ലഹരി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ അത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ അച്ഛൻ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മകൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലുള്ളവർ വിചാരിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ഇപ്പോൾ ഒരാൾ അച്ഛൻ മദ്യപിച്ച് വരികയാണ്, അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന ആ ഒരു നിമിഷം ആ വീട്ടിലുള്ളവർ ചിന്തിക്കുന്നത്, എൻ്റെ അച്ഛൻ അങ്ങോട്ട് മരിച്ചു പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മകൻ മരിച്ചു പോയിരുന്നില്ലെങ്കിൽ. കാരണം അവരില്ലാതാവുന്നതും അവരുടെ മനസ്സും അവരുടെ പ്രവൃത്തിയും അവരുടെ ഭാവിയും കൈവിട്ടു പോകുന്നത് കാണേണ്ടി വരുന്നത്
അത് ഉപയോഗിക്കാതിരിക്കുന്ന വീട്ടിലുള്ള അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആരെങ്കിലുമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ഈ ഒരു മഹാവിപത്തിനെ തുടച്ചു മാറ്റുക, അതോടെ നമ്മുടെ ഗ്രാമത്തിൽ നിന്നും അത് തുടച്ചു മാറ്റപ്പെടുന്നു, നമ്മുടെ കേരളത്തിൽ നിന്നും പൂർണ്ണമായി അത് മാറ്റപ്പെടുന്നു. അങ്ങനെ ലോകത്തുനിന്ന് മുഴുവൻ ലഹരി പദാർത്ഥം ഇല്ലാതാവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ നടക്കൂ. അതിനെന്തായാലും ഓപ്പറേഷൻ തൂഫാൻ അങ്ങനെ എല്ലാ കർമ്മ പദ്ധതികൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. നന്ദി ചേട്ടാ, നല്ല വാക്കുകൾക്ക്. എന്തായാലും നമ്മുടെ കുട്ടികളും അധ്യാപകരും എല്ലാം കാത്തിരിക്കുന്നത് ചേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കാൻ തന്നെയായിരിക്കും അല്ലേ? അതെ, കുറച്ചുകൂടി എനർജി. യെസ്, അപ്പം നമുക്കൊരു പാട്ട് തുടങ്ങിയാലോ? ഈ വേദിയിൽ വരാമെന്ന് വെച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയത് ശ്രീ ബിജുപാൽ സാർ സംഗീത സംവിധാനം നിർവഹിച്ച് നമ്മുടെ BK ഹരിനാരായണൻ എഴുതിയ ഒരു പാട്ടാണ്. ഞങ്ങളെല്ലാവരും പ്ലേബാക്ക് സിംഗേഴ്സ് എല്ലാവരും ആ പാട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിന് വേണ്ടി പാടിയതായിരുന്നു. അതിന് വരി ഇങ്ങനെയാണ്: സ്വരവും വരിയും ഇഴകൾ ഞൊറിയും കവിതയൻ ലഹരി, മനസ്സും മനസ്സും മധുരമലിയും സമതയൻ ലഹരി, പ്രണയക്കടലിൽ കണികയോളം വരില്ല മധുലഹരി, പ്രണയക്കടലിൽ കണികയോളം വരില്ല മധുലഹരി, വേറെ എന്തിന് ബാഹ്യലഹരി, ജീവിതം ലഹരി, വേദനപ്പുഴ നീന്തിടാനീ സൗഹൃദം ലഹരി, കെടാതെന്നിൽ നിലാവാകണം ലഹരി സംഗീതം, സ്വരവും വരിയും ഇഴകൾ ഞൊറിയും കവിതയൻ ലഹരി, മനസ്സും മനസ്സും മധുരമലിയും സമതയൻ ലഹരി, പ്രണയക്കടലിൻ കണികയോളം വരില്ല മധുലഹരി, പ്രണയക്കടലിൻ കണികയോളം വരില്ല മധുലഹരി, വേറെ എന്തിനു ബാഹ്യലഹരി, ജീവിതം ലഹരി, വേദന പുഴ നീന്തിടാനി സൗഹൃദം ലഹരി, കെടാതെന്നിൽ നിലാവാകണ ലഹരി സംഗീതം, കെടാതെന്നിൽ നിലാവാകണ ലഹരി സംഗീതം. ഈ ഒരു ഗാനമാണ് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ എനിക്കിവിടെ പാടാനുള്ളത്. അപ്പോൾ നമുക്കൊരു അടിപൊളി പാട്ട് പാടിയാലോ? ഇത് എന്തെല്ലാവരും ഈ സ്വർണ്ണപ്പണ്ടം പണയം വെച്ച് എഴുതിയിരിക്കുന്നത്? എല്ലാവരും ഒന്ന് ഉഷാറായേ, ഒന്ന് കൈയടിക്കാമോ? ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് കൈയടിക്കണം. കാരണം നമ്മുടെ കളക്ടർ മേഡത്തിൻ്റെ പാട്ടാണ് ഇന്ന് രാവിലെ ഞാൻ കേട്ടത്. കുന്നിമണി ചെപ്പ് തുറന്നെത്തി നോക്കും, ആ ഒരു പാട്ടാണ് മേഡം പാടുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. അടിപൊളി പാട്ടാണ്, സൂപ്പറായി പാടിയിട്ടുണ്ട്. നമ്മൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ പാടിയത് കൊണ്ട് ആരെങ്കിലും പാടുമ്പോൾ നമ്മളെ പാട്ട് മാത്രം ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ പലരും അതിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആ പാട്ടാണ് മേഡം പാടുന്നത് ശ്രദ്ധിച്ചത്. ഒത്തിരി എന്താ പറയുക, എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു മേഡം പാടുന്നത് കേട്ടപ്പോൾ. എന്നാൽ ഇന്നലത്തെ രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ പാട്ട് കേട്ടപ്പോൾ ഈ പ്രോഗ്രാമിന് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതിൽ കാണാൻ പറ്റിയതിലുള്ള സന്തോഷം കൂടെ ഇവിടെ പങ്കുവയ്ക്കും. MyG presents News 18 Kerala AD 2026 second edition, co-presented by Achayan School, co-powered by Reliance Industries, special partner ICL FinCorp, associate partners Rajakumari Gold and Diamonds, Global Education Consultant and Dharmapia Finance. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി ശിഖ സുരേന്ദ്രൻ, തൃശ്ശൂരിലേക്ക് ശ്രീമതി ശിഖയുടെ രണ്ടാം വരവാണിത്. 2018 IAS ഓഫീസറായ ശ്രീമതി ശിഖ നേരത്തെ ഇവിടെ ഡെവലപ്മെൻറ്റ് കമ്മീഷണറായിരുന്നു. ഇപ്പോഴിതാ ജില്ലയുടെ തന്നെ അധിപ. തൃശ്ശൂർ കളക്ടറായി ചുമതലയേറ്റതിന് പിന്നാലെ ഫേസ്ബുക്കിൽ അവർ കുറിച്ച ജീവിത ചരിത്രമാണ് ഓർമ്മ വരുന്നത്. നല്ല നാളെക്കുറിച്ച് ചിന്തിക്കുന്ന വരും തലമുറകൾ പ്രതിഭാധനരാകണമെന്ന് നാം ആഗ്രഹിക്കുന്ന പങ്കുവയ്ക്കുന്ന ഈ വേദിയിൽ തന്നെ സ്വപ്നം കാണുവാൻ പഠിപ്പിച്ചത് അച്ഛനാണെന്ന് തുടങ്ങുന്ന ആ കുറിപ്പ് നമുക്കെല്ലാം വഴികാട്ടിയാണ്.
ബഹുമാനത്തോടെ ജില്ലാ കളക്ടർ ശ്രീമതി ശിഖ സുരേന്ദ്രനെ സ്നേഹാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുതിയ സർക്കാർ അധികാരമേറ്റപ്പോൾ സർക്കാരിൻ്റെ ആദ്യത്തെ ഉദ്യമം തന്നെയായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. 1 വർഷം മുൻപേ ഞങ്ങൾ ഈ വഴിയിൽ സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തുടക്കമിട്ട ലഹരിമുക്ത നാടിനായുള്ള ഈ ദൗത്യത്തിന് കരുത്തു പകരുന്നത് നമ്മുടെ കാക്കിപ്പടയാണ്. തൃശ്ശൂരിലെ പോലീസിൻ്റെ നായകൻ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നകുൽ രാജേന്ദ്ര ദേശ്മുഖിനെ വേദിയിലേക്ക് സ്നേഹാദരം ക്ഷണിക്കുന്നു. ശ്രീ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPS, the shield of the city. We honor you and the dedicated forces under your leadership. We heartfully invited you to the stage. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം, പൂരനഗരി, ശക്തൻ തമ്പുരാന്റെ തട്ടകം, നവോത്ഥാന മുന്നേറ്റങ്ങളുടെ നാട്. തൃശ്ശൂരിന് വിശേഷണങ്ങൾ ഏറെയാണ്. ഈ നഗരത്തിന് ഭരണസാരഥ്യം വഹിക്കുന്ന ഡെപ്യൂട്ടി മേയർ A. പ്രസാദാണ് ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥി. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രൊഫസർ ഡോക്ടർ സുധീർ സെബാസ്റ്റ്യൻ, ഈ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ. ഒരു അധ്യാപകനാകുക എന്നാൽ തലമുറകൾക്കിടയിലെ പാലമാകുക എന്നതാണ്. ഇങ്ങനെ ഒരു ദൗത്യവുമായി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം അറിയിച്ചപ്പോൾ തന്നെ 2 കൈയും നീട്ടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ മനസ്സ് ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുധീർ സെബാസ്റ്റ്യൻ സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. MyG presents News 18 Kerala AD 2026 second edition co-presenting by Achain School, co-powered by Reliance Industries. Special partner ICL FinCorp, associate partners Rajakumari Gold and Diamonds, Global Educational Consultant and Dharmapriya Finance. ഈ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും സ്വാഗതം. വിശിഷ്ട അതിഥികളെ ഉപഹാരം നൽകി ആദരിക്കാനായി ന്യൂസ് 18 കേരളം കൺസൾട്ടിംഗ് എഡിറ്റർ ശ്രീ ലീൻ ബി ജസ്മിസിനെ ക്ഷണിക്കുന്നു. സ്വന്തം ജീവിതം പല തലമുറകൾക്ക് മാതൃകയാക്കി മാറ്റിയ ആദരണീയായ ജില്ലാ കളക്ടർ ശ്രീമതി ശിഖ സുരേന്ദ്രനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ, പ്രിയപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ, കോളേജ് പ്രിൻസിപ്പൽ, ഇവിടെ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും നമസ്കാരം. മുൻപ് വേദിയിൽ സംസാരിച്ച എല്ലാവരും ഓപ്പറേഷൻ തൂഫാനെക്കുറിച്ചും ലഹരിയുടെ വിപത്തിനെക്കുറിച്ചുമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതാരും പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്.
നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ലഹരിയുടെ സോഴ്സ് കണ്ടുപിടിക്കുന്നത് മുതൽ അതിൻ്റെ കാരിയേഴ്സ് മുതൽ അതിൻ്റെ വിതരണം വരെ എല്ലാ കാര്യങ്ങളിലും പോലീസിൻ്റെ നേതൃത്വത്തിൽ വളരെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഗവൺമെൻറ് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രം നമുക്ക് സമൂഹത്തിൽ നിന്ന് തുടച്ചു കളയാൻ പറ്റുന്ന ഒന്നല്ല ലഹരി എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്ന ആൾ മുതൽ, അത് കൊണ്ടു കൊടുക്കുന്ന ആൾ മുതൽ, അത് കച്ചവടമാക്കുന്ന ആളുകൾ മുതൽ ഒത്തിരി ഏറെ ആളുകൾ കണ്ണികളായിട്ടുള്ള ഒരു ശൃംഖലയാണ്. അപ്പോൾ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഞാൻ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, നമ്മൾ ലഹരിക്ക് എതിരായിട്ടുള്ള അവെയർനെസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ബോധവരണ ക്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നത് കുറവൊന്നുമല്ല. നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പോൾ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇപ്പോൾ കുറേ ടേംസ് ഉണ്ട്. ഇപ്പോൾ ജെൻസീസാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവരെത്രമാത്രം പ്രസംഗങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷെ ഞാനൊരു സ്കൂളിലെത്തി ഈ ലഹരിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾ വളരെ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. ലഹരിയെക്കുറിച്ച് എന്താണ് വായിച്ചിരിക്കുന്നത്, എന്താണ് അറിയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, സിനിമ കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞു. അവർ ഉദ്ദേശിച്ചത് വാഴ 2 എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ പലതരത്തിലാണ് പല ആളുകളിലേക്ക് നമുക്ക് ലഹരിയുടെ വിപത്തിനെക്കുറിച്ചുള്ള സന്ദേശം എത്തിക്കാനായിട്ട് സാധിക്കുക. അപ്പം ഇന്ന് നോർമൽ വേദികളെയൊക്കെ അപേക്ഷിച്ച് വളരെ കളർഫുള്ളായിട്ട് ഉള്ള ഒരു വേദിയിലാണ് ഇന്ന് ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ന്യൂസ് 18 ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് കലാപരിപാടികളുണ്ട്, സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പല ആളുകളെ കൊണ്ട് പറയിക്കുന്നു. അപ്പോൾ ആ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഏറ്റവും കാര്യക്ഷമമാക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സമൂഹവും കൂടി ഒത്തുചേർന്ന ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നിവിടെ പാർട്ട്ണർ ചെയ്തിരിക്കുന്ന എല്ലാവരും പ്രൈവറ്റ് ഗ്രൂപ്പ്സാണ്. അപ്പോൾ പ്രൈവറ്റ് ഗ്രൂപ്പ്സ്, സിവിൽ സൊസൈറ്റീസ്, NGOs, കോളേജ്, അതുപോലെ ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആ ലക്ഷ്യത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇവിടെ എത്തിക്കാനായിട്ട് ന്യൂസ് 18 സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഈ ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിന് വേണ്ടി ന്യൂസ് 18 എടുത്ത ഈ ഒരു ഇനീഷ്യേറ്റീവിനെ ഞാൻ ആദ്യമായിട്ട് ആശംസകൾ അറിയിക്കുന്നു. ബാക്കിയുള്ളത് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോടാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോളേജിലെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഒരു പക്ഷേ പോലീസ് കമ്മീഷണർ പറയാൻ പോകുന്നത് നിങ്ങൾ തൂഫാൻ വാരിയർ ആകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ തൂഫാൻ വാരിയർ എന്നുള്ളതിന് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അധികാരികളിലേക്ക് അറിയിക്കാനുള്ള ഒരു വലിയ സാധ്യത കിടക്കുന്നുണ്ട്. അധികാരികൾ അറിഞ്ഞു വരുന്നതിന് മുൻപ് ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് സ്റ്റുഡൻസ് തന്നെയാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നൊരു വ്യക്തി ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അത് ആദ്യം നോട്ടീസ് ചെയ്യപ്പെടേണ്ടത് ഫാമിലിയിൽ നിന്നാണ്, കുടുംബങ്ങളിൽ നിന്നാണ്. അതിനുശേഷം അധ്യാപകർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അധ്യാപകർ അറിയുന്നതിന് മുൻപ് അതറിയാൻ പറ്റുന്നത് വിദ്യാർത്ഥിനികൾക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ നടത്തിയിട്ടുള്ള ക്രിമിനൽ കേസുകളുടെയൊക്കെ പശ്ചാത്തലം പരിശോധിച്ചാൽ വളരെ ഭയാനകരമാണ്. അപ്പോൾ ഒരിക്കലും അവരെ ഡയറക്റ്റായിട്ട് കൺഫ്രണ്ട് ചെയ്യാൻ പോകാതെ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ആ വിവരം കൈമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളെല്ലാം ആ ദൗത്യത്തിൽ ഒരു സജീവ പങ്കാളികളാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ അനിയത്തിമാരുണ്ട്, അനിയന്മാരുണ്ട്, നിങ്ങൾക്ക് ചേട്ടന്മാരുണ്ടാവും, ചേച്ചിമാരുണ്ടാകാം. എല്ലാവരിലും ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇത് എൻ്റെ വീട്ടിലില്ല, അടുത്ത വീട്ടിലാണ് അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള വീട്ടിലാണ് എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ആശ്വസിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ലഹരി എന്ന് പറയുന്നത്. നിങ്ങളുടെ അടുത്ത വീട്ടിലോ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലോ ഇപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാതിൽപ്പടിയിലും അത് മുട്ടി നിൽക്കാനായിട്ട് അധികം നേരം ആവശ്യമായി വരില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഭാഗമാകുന്നത് ഒരു പക്ഷേ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ കഴിയാത്ത, സ്വയമായിട്ട് തീരുമാനമെടുക്കാൻ പോലും കഴിയാത്തൊരു പ്രായത്തിൽ ഇതിലടിമപ്പെട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തെ ഉയർത്തിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എല്ലാവരും ഭംഗിയായിട്ട് ചെയ്യണമെന്നും ലഹരിക്കെതിരെയായിട്ടുള്ള പ്രതിജ്ഞ നിങ്ങളെല്ലാവരും എടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി കളക്ടർ.
നമുക്ക് മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. ആ അതിഥിയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ കോളേജ് സ്ഥിതി ചെയ്യുന്ന 45-ാം വാർഡിലെ കൗൺസിലർ സുമേഷ്. കൗൺസിലർ മാത്രമല്ല, കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. നമുക്ക് കയ്യളികളോടുകൂടി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. കാക്കയെ കണ്ട് ആരും പേടിക്കണ്ട. കാക്കിയിട്ടവർ നാടിൻ്റെ നന്മയ്ക്കു വേണ്ടി ജീവിതം അർപ്പിച്ചവരാണ്. അവരുടെ തലവൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നകുൽ രാജേന്ദ്ര ദേശ്മുഖിനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിൽ വരുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾ, സ്കൂൾ സ്റ്റുഡൻസ്, ന്യൂസ് 18 എല്ലാ ടീം, ആൻറ്റി ഡ്രഗിൻ്റെ ക്യാമ്പയിനുമായിട്ട് നിങ്ങളെല്ലാ ആൾക്കാർക്കും അറിയാം, നമ്മുടെ പോലീസ് സേന ഓപ്പറേഷൻ തൂഫാനായി തുടങ്ങിയത്. ശരിക്കും ഇന്ന് പറഞ്ഞ സ്ഥിതിയിൽ ഓപ്പറേഷൻ തൂഫാൻ പോലീസിൻ്റെ മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനിൻ്റെ ഒരു ചരിത്രമായിട്ട് മാറിക്കുകയാണ്. ആസ് എ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിങ്ങൾക്ക് എല്ലാ ആൾക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തെ നമ്മുടെ പോലീസിൻ്റെയും തൂഫാനിൻ്റെ ആക്ഷൻ ബന്ധപ്പെട്ട് ഏകദേശം 340ഓളം നമ്മൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വലിയ ഒരു സപ്പോർട്ട് നമുക്ക് പബ്ലിക്കിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഈ തൂഫാൻ പോലീസ് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ മാത്രമല്ല, എല്ലാ ദിവസവും എനിക്ക് ജനങ്ങളുടെ നിന്നും തന്നെ അവിടെ നിന്ന് മെസ്സേജസും കോൾസ് വരുന്നുണ്ട്. അവർ കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാരൊക്കെ പിടിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ നമ്മുടെ ഖാക്കി പറഞ്ഞ ഒരു കാര്യങ്ങൾ ദാറ്റ് നമ്മളൊരു പ്രിവെൻറ്റീവ് ആക്ഷൻസോ ഇല്ലെങ്കിൽ അറസ്റ്റും നടപടി മാത്രമാണ്. ബട്ട് അത് ഇല്ലാതെ തൂഫാനിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തൂഫാൻ വാരിയേഴ്സും തൂഫാൻ കെയർ ആയ 2 ഒരു സംവിധാനമുണ്ട്. ഇതിൻ്റെ അകത്ത് തൂഫാൻ കെയർ പറയുന്ന സംവിധാനത്തിൽ ഈ രാസലഹരിയോ ഇല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ എന്തെങ്കിലും ബാഡ് ഇൻഫ്ലുവൻസ് ആയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് നമുക്ക് മെയിൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ ലഹരിയിൽ ഉൾപ്പെടുത്ത ആൾക്കാർക്ക് ഒരു വേറെ എവിടെയെങ്കിലും വന്ന ആൾക്കാർക്ക് ഇല്ലെങ്കിൽ ഏലിയൻസ് അല്ല, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. പല ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസും ഇല്ലെങ്കിൽ ഫാമിലി ബന്ധപ്പെട്ട ഇഷ്യൂസും അവിടെ നിന്ന് പല മാനസിക പ്രശ്നത്തെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഈ രാസലഹരിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേ ആൾക്കാരൊക്കെ നമ്മളും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു റീഹാബിലിറ്റേഷനും അവർക്ക് സൊസൈറ്റിയുടെ കൂടെ റീഇൻറ്റിഗ്രേഷൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ തൂഫാൻ കെയർ. സോ ഈ ന്യൂസ് 18 നിങ്ങളുടെ എല്ലാ മാധ്യമത്തോട് ഞാൻ ഈ നമ്മുടെ തൂഫാൻ കെയറും നമ്മുടെ എല്ലാ ആൾക്കാരെ ശ്രദ്ധിക്കണം. നിങ്ങൾ കൊടുക്കുന്ന ഇൻഫോർമേഷനും ഈ ഡ്രഗ്സ് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ നമ്മൾ ആളെ പോയി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവർക്ക് നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യണം. റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവർക്ക് ഒരു നല്ല ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഉത്തരവാദിത്വമുണ്ട്. സോ അത് വെച്ചിട്ട് ഈ തൂഫാനിൻ്റെ കൂടെ തന്നെ തൂഫാൻ കെയർ നമ്മളെ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഇത് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഇല്ലെങ്കിൽ അവിടുത്തെ ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ ഇല്ലെങ്കിൽ അവിടുത്തെ കമ്മീഷണറിനോട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ആരുടെ ഇൻഫോർമേഷൻ ലീക്ക് ചെയ്യാതെ രഹസ്യമായി അവിടെ പോയിട്ട് അവർക്കെല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു കോൾ വന്നായിരുന്നു. ആ കോളിൽ ഒരു അമ്മ പറഞ്ഞു, എൻ്റെ മോൻ ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലുണ്ട്. ആള് +1 വിദ്യാർത്ഥിയാണ്. ബട്ട് ആൾക്ക് വേറെ പോലീസ് ആക്ഷനായിട്ട് പേടിയായതുകൊണ്ട് അവർ ആർക്കും പറയത്തില്ല. ആളിപ്പോൾ വീട്ടിലെ വയലൻസ് തുടങ്ങിയതാണ്. അമ്മയുടെ കോള് നമുക്ക് കേട്ടിയ ശേഷം നമ്മൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ടീം വിട്ടിട്ട് ആ കുട്ടിയുടെ കൗൺസിലിങ്ങും ആളുടെ റീഹാബിലിറ്റേഷൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. സോ ഇത് പ്രകാരം നമുക്കൊരു കോഴ്സീവ് ആക്ഷൻ ഇല്ലാതെ നമുക്ക് ജനങ്ങൾക്ക് പിന്നെ സൊസൈറ്റിയിൽ കൊണ്ടുവരുന്ന ആക്ഷനുമാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ. അതിൻ്റെ കൂടെ തന്നെ തൂഫാൻ വാരിയേഴ്സ് ഈ കോളേജിൽ തന്നെ നമ്മുടെ പല ആൾക്കാരൊക്കെ ആയിട്ട് സന്ദർശിച്ചിട്ട് തൂഫാൻ വാരിയറായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. തൂഫാൻ വാരിയറായ ആൾക്കാരുടെ കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഈ സമാജത്തിൽ സൊസൈറ്റിയിൽ ബോധവൽക്കരണം നടക്കുന്ന കാര്യങ്ങളാണ്.
പല ആൾക്കാർക്ക് ചെറുപ്പകാലത്ത് ഇതിൻ്റെ ചെറിയ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് അവർ മേ ബി 21-22 ആയിക്കഴിഞ്ഞാൽ അത് അഡിക്ഷനായിട്ട് മാറും, പിന്നെ പിൻവലിക്കാൻ സാധിച്ചിട്ടില്ല. സോ ആ സ്റ്റാർട്ടിങ് മുതൽ ലെറ്റ്സ് സേ 16-17 ഇയേഴ്സ് മുതൽ നമുക്ക് ആ ഇൻഫർമേഷനും അതിൻ്റെ ബാഡ് ഇഫക്ട്സും നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എന്താണ് അത് എല്ലാ ആൾക്കാർക്കും മനസ്സിലായ ശേഷം വി ആർ വെരി ഷുവർ ദാറ്റ് പീപ്പിൾ വോണ്ട് ഗോ ടു ദാറ്റ് വേ. അതായത് കൊണ്ട് എല്ലാ ആൾക്കാർക്ക് ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഇവിടെ ഉണ്ട്, പ്രിൻസിപ്പലും ടീച്ചേഴ്സും അതിൻ്റെ കൂടെ തന്നെ കോളേജിൻ്റെ ഹെഡ് ബോയ് ഹെഡ് ഗേൾസും നമുക്കൊരു തൂഫാൻ വാരിയറായിട്ട് പ്രഖ്യാപിക്കാം. ഈ തൂഫാൻ വാരിയേഴ്സായിട്ട് നമുക്കൊരു ബോധവൽക്കരണ ക്ലാസ്സും അത് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ ഇൻഫോർമേഷൻ നമ്മൾ ജനങ്ങൾക്കൂടെ എത്തിക്കണം. ഇത് ഈ തൂഫാൻ ആൻഡ് ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ നമുക്ക് എല്ലാ ആൾക്കാർക്കും എത്തിക്കണം. ബിക്കോസ് രാസലഹരി ഒറ്റയ്ക്ക് ഒരു ഫാമിലിക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല. തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന വഴക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ബാധിക്കത്തില്ല, ബട്ട് ആ വഴക്കിൻ്റെ റീസണ് രാസലഹരി ഉണ്ടെങ്കിൽ നാളെ അത് നമ്മുടെ വീട്ടിൽ എത്തും, നമ്മുടെ കുട്ടികളും നമ്മുടെ വരുന്ന ജനറേഷൻ ഫ്യൂച്ചർ ജനറേഷനിൽ ബാധിക്കും. സോ ഇതായതുകൊണ്ട് നമ്മുടെ എല്ലാ ആൾക്കാരുടെയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ അടുത്ത ജനറേഷൻ സേഫ് ആവണം. അതിനു വേണ്ടി വി ഓൾ ഷുഡ് കം ടുഗെദർ ആൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ്. വിത്ത് ദിസ് നമുക്ക് കളക്ടർ മാഡം പറഞ്ഞ പോലെ തന്നെ എല്ലാ ആൾക്കാരും ഒരു പ്രതിജ്ഞ എടുക്കണം. ഇന്ന് മുതൽ നമുക്ക് ആ തൂഫാനിൻ്റെ ഭാഗമാവണം. അതിൻ്റെ കൂടെ തന്നെ ആൻറ്റി ഡ്രഗ് ആയ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തൃശ്ശൂർ മാത്രമല്ല കേരളം മുഴുവൻ ഡ്രഗ്സ് ഫ്രീ ആയിട്ട് ആക്കുന്ന ഒരു പ്രതിജ്ഞ നമ്മൾ എല്ലാ ആൾക്കാരും എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ News 18 ഈ പ്രോഗ്രാമിൽ ആൻറ്റി ഡ്രഗുള്ള ക്യാമ്പയിനിൽ എല്ലാവിധ തൃശ്ശൂർ സിറ്റി പോലീസും കേരള പോലീസിൻ്റെ പിന്തുണ വെച്ചിട്ട് ഞാൻ എൻ്റെ വാക്യം നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. താങ്ക് യു സർ. നല്ല നാളേക്ക് നമ്മുടെ കരുതലാകുന്ന ഈ ചടങ്ങിൽ സംസാരിക്കുന്നതിനായി തൃശൂർ ഡെപ്യൂട്ടി മേയർ എ പ്രസാദിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷ വേദിയിലെ ഏറ്റവും ബഹുമാനായ തൃശ്ശൂരിൻ്റെ കളക്ടർ ഡോക്ടർ ശിഖ സുരേന്ദ്രൻ അവർകൾ, ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ പ്രിയങ്കരനായ നകുൽ രാജേന്ദ്ര അവർകൾ, ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ സാർ അവർകൾ, ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന ഡിവിഷൻ്റെ കൗൺസിലർ സുമേഷ് ഉൾപ്പെടെ News 18 സാരഥികൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, സുദീർഘമായ ഒരു സംസ്ഥാനത്തിലേക്ക് കടന്നു പോകുന്നില്ല. കേരളത്തിൻ്റെ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് പങ്കെടുക്കേണ്ട ഒരു ചടങ്ങാണിത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും MLA നിർദ്ദേശാനുസരണമാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. News 18 എന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു വാർത്താ ചാനലിന് ഏറ്റവും മാതൃകാപരമായ സർക്കാരിൻ്റെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനുള്ള എല്ലാ പിന്തുണയും എല്ലാ സഹായ സഹകരണങ്ങളും മന്ത്രിയുടെയും MLAയുടെയും പേരിൽ ഇവിടെ വാഗ്ദാനം ചെയ്യുകയാണ്. കൃത്യമായി തന്നെ MLAയും മന്ത്രിയും ഈ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കണം. അവരുടെ വ്യക്തിപരമായ മറ്റ് ചില പരിപാടികൾ വന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നു കൂടി ഇവിടെ പറഞ്ഞു പോകുന്നു. ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവൃത്തി News 18 ചാനൽ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഏറ്റവും മാതൃകാപര പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത്. ഇന്ന് കേരളത്തിനകത്ത് എല്ലാ വീടുകളിലും എല്ലാ അമ്മമാരും സഹോദരന്മാരൊക്കെ തന്നെ തൂഫാൻ്റെ വാരിയറായി മാറിക്കൊണ്ട് തൂഫാൻ പദ്ധതിയെ ഹൃദയത്തോട് ഏറ്റുപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ പദ്ധതിക്ക് എല്ലാ പിന്തുണയും നൽകുന്ന News 18 പ്രവർത്തനത്തെ അഭിവാദ്യം ചെയ്യുന്നു. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട കമ്മീഷണറും കളക്ടറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചാലും ആ സർക്കാർ ആ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വിജയകരമാവണമെങ്കിൽ നമ്മുടെയൊക്കെ പിന്തുണ ആവശ്യമാണ്. നാടിൻ്റെ പിന്തുണയില്ലാതെ എത്ര തന്നെ ഓപ്പറേഷൻ തൂഫാനുമായി സർക്കാരും പോലീസൊക്കെ മുന്നോട്ട് പോയാലും അത് വിജയിക്കാൻ സാധിക്കില്ല. അത് വിജയിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ പദ്ധതിയോട് കാണിക്കുന്ന ആത്മാർത്ഥത, നമ്മൾ ഓരോരുത്തരും അതിനകത്ത് നടത്തുന്ന ഇടപെടൽ. കാരണം പലപ്പോഴും പോലീസിനെയും അല്ലെങ്കിൽ സർക്കാരിനെയും ജില്ലാ ഭരണകൂടം സഹായിക്കാൻ കഴിയുന്ന ആളുകൾ നമ്മൾ ഓരോരുത്തരുമാണ്. ആ മാതൃകാപരമായ വിജയത്തിനായി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. ഈ വിദ്യാലയത്തിൽ നമ്മൾ വിദ്യാർത്ഥികളെയും ഏറ്റവും ഒപ്പം തന്നെ നമുക്കറിയാം ഇന്ന് ഇവിടെ പ്രിൻസിപ്പൽ ഉൾപ്പെടുത്തിയവരുണ്ട്. നിങ്ങളൊക്കെ തന്നെ അതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ആളുകളാണ്. സത്യത്തിൽ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് വേറെ പരാതികളില്ലാത്തതാണ്.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന വിദ്യാലയവും നല്ല കുട്ടികളൊക്കെ ഉള്ള ക്യാമ്പസാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ മറ്റൊരു വിദ്യാലയത്തിൽ കൂടെ മാതൃകാപരമായി നടത്തി മുന്നോട്ട് പോകട്ടെ. എല്ലാവരും കൈയടിക്കുന്നത്, ഇതുവരെ ഒരാളും കൈയടിച്ചില്ല, ആദ്യമായിട്ട് കൈയടിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ പ്രിയങ്കരനായ സന്നിധാനം തന്നെ എൻ്റെ ക്ലാസ്മേറ്റ് സന്നിധാനൻ്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാപരിപാടിയും പാട്ടും ഡാൻസൊക്കെ ആയിരിക്കും. ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നം കലാപരിപാടി ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള മുഖത്ത് നോക്കി അറിയാം. നിങ്ങളെ ഒന്ന് സുഖിപ്പിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചാണെന്ന് മനസ്സിലായി. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ഈ കോളേജ് സ്ഥിതി ചെയ്യുന്ന വാർഡിൻ്റെ കൗൺസിലർ സുമേഷിനെ സ്നേഹപൂർവ്വം സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്നവരെ, ബഹുമാനപ്പെട്ട കലക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, കോളേജ് പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കലാരംഗത്ത് പ്രശസ്തരായവർ, അതുപോലെ തന്നെ ഈ കോളേജിലെ അധ്യാപകർ, അനധ്യാപകർ, ന്യൂസ് 18 ഈ ഇവൻ്റ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന, ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനിങ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന ന്യൂസ് 18, ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ചിരുന്നവർ സവിസ്തരം തന്നെ ഇന്നത്തെ ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും പ്രാധാന്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ നേരത്തെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ ഒരു മന്ത്രിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇങ്ങോട്ട് വരേണ്ട വന്നതാണ്. എന്നാൽ പോലും ഒരു പരിപാടിക്ക് നമ്മൾ മാറി പങ്കെടുക്കുമ്പോൾ ഏറ്റവും ചാരിതാർത്ഥ്യമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രസംഗിക്കാൻ പഠിച്ച എൻ്റെ ക്യാമ്പസാണ് സെൻറ്റ് അലോഷ്യസ് ക്യാമ്പസ്. ഈ വേദിയിൽ ഒരുപാട് തവണ ഇതുപോലെ തന്നെ നിന്ന് പ്രസംഗിച്ചിട്ടുള്ളൊരു ക്യാമ്പസാണ്. അവിടെ ഏറ്റവും വലിയ ഒരു സന്തോഷമെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തെ കാർന്നു തിന്നുന്ന രാസലഹരിക്കെതിരെ, സിന്തറ്റിക് ലഹരിക്കെതിരെ ന്യൂസ് 18 എന്ന് പറയുന്ന നമ്മളുടെ വാർത്താ ചാനൽ നടത്തുന്ന ഈ ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനിങ്, അതായത് ഈ സർക്കാർ VD സതീശൻ്റെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്നിട്ടുള്ള സർക്കാർ, അതിൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നടത്തുന്ന തൂഫാൻ എന്ന് പറയുന്ന ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനിങ് ഏറ്റവും വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിലും അതുപോലെ തന്നെ പാരൻസിൻ്റെ ഇടയിലും വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം നേടിയിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മൾ നേരിടുന്ന ലഹരിയുടെ പ്രശ്നങ്ങൾ. കാരണം ജെൻസി എന്ന് പറയുന്നത്, നേരത്തെ ഇവിടെ കലക്ടർ സൂചിപ്പിച്ചു, ജെൻസി കാറ്റഗറി എന്ന് പറയുന്ന കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നുള്ളത്. ആ കുട്ടികളിൽ തന്നെ ഏറ്റവും കൂടുതൽ ജെൻഡർ വ്യത്യാസമില്ലാതെ കണ്ട് കാർന്നു തിന്നുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ രാസലഹരി എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ കൊച്ചനുജന്മാരോട്, എൻ്റെ കോളേജിൽ എൻ്റെ ജൂനിയേഴ്സിനോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ തന്നെ വിചാരിച്ചാൽ തന്നെയാണ് ഇതിൽ നിന്ന് മോചനമുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ലഹരിയെ നമ്മൾ വഴി മാറ്റിവിട്ടാൽ തന്നെ അത് നമ്മളുടെ അടുത്ത് നിന്ന് പോകുള്ളൂ. ഏത് ക്യാമ്പയിനിങ്ങും ഏത് ബോധവൽക്കരണവും നമുക്ക് നടത്താൻ സാധിക്കും. അത് നടത്തുമ്പോൾ അത് കേട്ടിരിക്കുന്ന നമ്മൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നിടത്താണ് ഇതിൻ്റെ വിജയമെന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടും പറയാനുള്ളത്, നമുക്ക് വേണ്ട ലഹരി രാസലഹരിയുടെയും സിന്തറ്റിക് ലഹരിയുടേതുമല്ല, മറ്റ് പഠനവും അല്ലെങ്കിൽ കളിയുടെയുമായിട്ടുള്ള മറ്റ് അറിവിൻ്റെ ലഹരിയിലേക്ക് നമ്മൾ പോകേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ തന്നെ തിരുത്തുക. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ നമ്മളെ തിരുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ കൂട്ടുകാർ, നമ്മളുടെ വീട്ടുകാർ അല്ലെങ്കിൽ നമുക്കറിയുന്നവർ ഇതിലേക്ക് അടിമപ്പെടുന്നുണ്ടെങ്കിൽ അവരെ വഴിതിരിച്ചു വിടാൻ, അത് നമുക്കാണ് ആദ്യം തന്നെ അറിയാൻ സാധിക്കുക. അവരെ നമ്മൾ തന്നെ ബോധവൽക്കരിച്ച് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ലഹരിക്ക് അടിമപ്പെട്ടവരെ അകറ്റി നിർത്താതെ അവരെ നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ. ഇതൊരു തുടക്കമാവട്ടെ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ സദസ്സിൽ സംസാരിക്കാൻ അവസരം തന്ന ന്യൂസ് 18 അടക്കം ഈ കോളേജിൻ്റെ അധികൃതരടക്കം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. AD 2026 ഈ വേദി ഇവിടെ ഒരുക്കുന്നതിൽ ഏറെ കടപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുധീർ സെബാസ്റ്റ്യനോടാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. AD 2026 ആൻറ്റി-ഡ്രഗ് ക്യാമ്പയിൻ സീസൺ 2 ന്യൂസ് 18 ചാനല് നമ്മുടെ കോളേജിൽ കണ്ടക്ട് ചെയ്യുന്ന ആൻറ്റി-ഡ്രഗ് ക്യാമ്പയിനാണ്. അതായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീ ശിഖ സുരേന്ദ്രൻ IAS, ശ്രീ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPS, ഡെപ്യൂട്ടി മേയർ ശ്രീ A. പ്രസാദ്, വാർഡ് കൗൺസിലർ ശ്രീ സുമേഷ്, മറ്റ് ഡിഗ്നറ്ററീസ്, ആർട്ടിസ്റ്റ്, പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ്
എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് യുവജനങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി എന്ന വിപത്ത്. ഈ ലഹരി എന്ന വിപത്തിൽ നിന്ന് അവരെ സംരക്ഷിച്ച് യുവജനങ്ങളെ സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അത്തരം ഒരു ഉദ്യമത്തിലെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം അത്യാവശ്യമാണെന്ന് ഇവിടെ സംസാരിച്ച എല്ലാ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എല്ലാവരും അധ്യാപകരായാലും അതുപോലെ തന്നെ മാതാപിതാക്കളായാലും അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങളായാലും സമൂഹവും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ലഹരി എന്ന വിപത്തിൽ നിന്ന് യുവജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അത് യുവജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്ന ന്യൂസ് 18 ചാനൽ അധികാരികളോട് ഹൃദയംഗമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ന്യൂസ് 18 ചാനൽ ഭാരവാഹികൾ, നമ്മുടെ കോളേജിൻ്റെ കോർഡിനേറ്ററായിരുന്ന ഡോക്ടർ അദീത, മറ്റ് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്ത കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അരുൺ, ബർസാർ, ഫാദർ ലിജോയ്, എല്ലാ അധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ പ്രോഗ്രാം ഏറ്റവും വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. കഴിഞ്ഞ ജൂണിൽ ന്യൂസ് 18 തുടക്കമിട്ട മഹാദൗത്യം ഒരു ചുവടുകൂടി പൂർത്തിയാകുകയാണ്. ചാവറയച്ചൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ സെൻറ്റ് അലോഷ്യസിൻ്റെ ഈ ക്യാമ്പസിൽ തികഞ്ഞ അഭിമാനത്തോടെയാണ് AD 2026 സെക്കൻഡ് എഡിഷൻ പൂർത്തിയാകുന്നത്. ജില്ലാ കളക്ടർ ശ്രീമതി ശിഖ സുരേന്ദ്രൻ IAS, സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPS, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, കൗൺസിലർ സുമേഷ്, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുധീർ സെബാസ്റ്റ്യൻ, ഒപ്പം ഈ ചടങ്ങിനെ വർണ്ണാഭമാക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ന്യൂസ് 18 കേരളത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ തന്നെ ഒരു കൂട്ടുകാരൻ ഫ്ലൂട്ട് സോളോ പെർഫോമൻസ് ചെയ്യുന്നത് ഐശ്വറാണ്. ഐശ്വറിനെ സ്വാഗതം ചെയ്യാം. എവിടെ ഐശ്വർ? യെസ്, വാ 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 വാ. ഇത് ഐശ്വറിന്റെ ഫ്രണ്ട്സ് ആണോ ബാക്കിലിരിക്കുന്നേ? അതാണ് ഐശ്വറിന് വേണ്ടി. ഐശ്വർ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര എനർജി ആയിട്ട് കൈയടിക്കുന്നുണ്ട് അല്ലേ? എന്താ ഐശ്വര്യ പറയാ, എത്ര നാളായി ഐശ്വര്യ ഇത് പഠിക്കുന്നത്? പറ, ഇങ്ങോട്ട് പറയൂ. ആക്ച്വലി ഞാൻ അത് പഠിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പ്രാക്ടീസിനൊന്നും പോവാറില്ല. കുറച്ചായിട്ടേ ഉള്ളൂ പഠിക്കുന്നത്. ഏതാ പഠിക്കുന്നത്? ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാൻ BA ഇംഗ്ലീഷ്. ഏത് ഇയറാ? സെക്കൻഡ് ഇയർ. അപ്പോൾ ഓണമൊക്കെ എങ്ങനെ, എവിടം വരെ എത്തി? ഓണായി വരണല്ലോ. ഓണായി വരുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐശ്വറിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടാലോ? യെസ്, അതെ, ഐശ്വറിന് ഇത്ര എനർജി അല്ല, കുറച്ചുകൂടി എനർജി വരട്ടെ. പട്ടുപാവാടയിട്ട കുട്ടി, ഒന്ന് കൈയടിക്കൂ. എൽത്തുരുത്ത് സെൻറ്റ് അലോഷ്യസ് സ്കൂളിലെ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകർക്കും എല്ലാവിധ നന്ദിയും ന്യൂസ് 18 കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.